ഭാരതീയ സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ മനുസ്മൃതി അടക്കമുണ്ട്. ഞങ്ങൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യരുണ്ട്, ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പല വീഡിയോസും ഞാൻ നിരന്തരം കാണാറുണ്ട്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഇഷ്ടമുള്ള ഒരു ഉസ്താദാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഈ വീഡിയോയ്ക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഭഗവത്ഗീതയെ കുറിച്ചിട്ട്, മനുസ്മൃതിയെ കുറിച്ച്, മഹാഭാരതത്തെ കുറിച്ചിട്ട് ഒക്കെ ഈ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അതൊരു വർഗീയ വർത്തമാനം പറയുന്ന ഒരു പെൺകുട്ടിയുടെ വർത്തമാനമാണ്. എന്തായാലും ആ വർഗീയ വാക്കുകൾ ആ പെൺതരിയിൽ നിന്ന് എന്തൊക്കെയാണ് വന്നതെന്ന് ഒന്ന് കേട്ടുനോക്കൂ. അതും ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരു പെൺതരിയിൽ നിന്നാണ് അങ്ങനത്തെ ഒരു വർഗീയ വർത്തമാനം പുറത്തു വന്നിട്ടുള്ളത്. കേൾക്കൂ. എല്ലാ വെള്ളിയാഴ്ചകളിലും മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകും, നിർബന്ധമാണ്. അതുകൊണ്ട് എന്താ, ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ ബൈബിൾ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഇസ്ലാം കുട്ടിയെ വിളിച്ച് എന്താ ഖുർആൻ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. അടിപൊളി. അതായത് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളെ കൃത്യമായിട്ട് മതപഠനം നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികള് കൃത്യമായിട്ട് മതപഠനം നടത്തുന്നുണ്ട്, ഹിന്ദുക്കൾ മാത്രം മതപഠനം നടത്തുന്നില്ല. മുസ്ലിങ്ങളെ പോലെ ക്രിസ്ത്യാനികളെ പോലെ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന പോലെ, വെള്ളിയാഴ്ച എല്ലാ മുസ്ലിങ്ങളും പള്ളിയിൽ പോകുന്ന പോലെ ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ഹിന്ദുക്കളും ഇങ്ങനെ മതപഠനം നടത്താൻ വേണ്ടി ഒത്തുകൂടണമെന്നാണ് ഈ പാവപ്പെട്ട പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പുറകിൽ കൃത്യമായിട്ടുള്ള വർഗീയതാണ്. എന്റെ പൊന്നുകുട്ടി, ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമേ ഇല്ല. കുറെ ജാതികളുടെ കൂട്ടമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. സിംപിളി ഒരു ഇസ്ലാം മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലോ പെട്ട ഒരാള് ഈ ഹിന്ദു മതത്തിലേക്ക് ഇങ്ങോട്ട് ചേരാൻ വരിക എന്ന് വിചാരിക്കുക. ശരി, ഹിന്ദു മതത്തിലേക്ക് ചേർന്നു, ഏത് ജാതിയിലേക്ക് ചേരും? നമ്പൂരി ജാതിയിലേക്ക് ചേരുമോ? നായരിലേക്ക് ചേരുമോ? ഇനി മേനോൻ ജാതിയിലേക്ക് ചേരുമോ? ഇനിയിപ്പോ കണക്ക, ചെറുമ, പുലയ അങ്ങനെയൊക്കെ പറയുന്ന ജാതിയിലേക്ക് ചേരുമോ? തീയ ജാതിയിലേക്ക് ചേരുമോ? ഏത് ജാതിയിൽ കൊണ്ട് ചേരും? നിങ്ങൾ തൊട്ടുമ്പോ പറഞ്ഞ ഇസ്ലാം അതൊരു സെമറ്റിക് മതമാണ്. പിന്നെ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയും ഒരു സെമറ്റിക് മതമാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള നിയമസംഹിതകളും മറ്റും ഉണ്ട്. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്കില്ല. നമ്മളൊന്നല്ല ഹിന്ദുക്കൾ എന്ന് വിളിച്ചത്, നമ്മളങ്ങനെ ക്രോഡീകരിച്ച് ബ്രിട്ടീഷുകാരൊക്കെ പേരിട്ട് പോയതാ. അതുകൊണ്ട് മാത്രം ഹിന്ദുക്കളാക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു പുസ്തകമോ മതഗ്രന്ഥമോ ഒന്നുമില്ല. മനസ്സിലാക്കുക. എന്തായാലും ഈ പെൺകുട്ടിയുടെ ബാക്കി വർത്താനം കേട്ടോക്കാം. ചുരുക്കമാണ്. നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുട്ടികളുടെ ഇടയിലേക്കാണ്. അവർ ചോദിക്കും, നീ എന്തിനാ ഹിന്ദുവായത്? കുട്ടി ചിന്തിക്കും, പറഞ്ഞല്ലോ ഞാൻ എന്തിനാ ഹിന്ദുവായത്, എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാ അമ്പലത്തിൽ പോണേ? എന്തിനാ അമ്പലത്തിൽ പോണ? അമ്മ വിളിക്കുന്നു, ഞാൻ പോകുന്നു, അറിയില്ല. നിന്റെ ഗ്രന്ഥം എന്താ? അറിയില്ല. ഇവിടെയാണ് സ്വന്തം മതത്തോട്, സ്വന്തം സംസ്കാരത്തോട് മതമില്ലാതെ വരുമ്പോഴാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത്. മതപരിവർത്തനം എന്തുകൊണ്ട് നടക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് സ്വന്തം മതത്തോട് സ്നേഹമില്ലാതായി. അല്ല സുഹൃത്തുക്കളെ, എന്റെ പൊന്നു സ്ത്രീയെ, നിനക്കറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് ഒരു കാലഘട്ടം മുതൽ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയുന്ന ആളുകൾ ജാതീയത സഹിക്കാൻ കഴിയാനായിട്ട്, അതിഭീകരമായിട്ടുള്ള ജാതി ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു പലരും ഹിന്ദു മതം എന്ന് പറഞ്ഞ ഈ മതത്തിൽ നിന്ന്, അതും താഴേക്കിടയിലെ ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ മറ്റു മതങ്ങളിലേക്ക് കയറിയിരുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ജാതീയത, അതിതീവ്രമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ജാതീയത സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇനിവർ പറയുന്നത് എന്തുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ ആളുകൾ പഠിക്കുന്നില്ല? ഇത് ഞാൻ ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഉസ്താദിന്റെ ഉത്തരം. എൻ്റെ പൊന്നുമക്കളെ, അടിപൊളിയാണ്, അതിഗംഭീരമാണ്, ലവബിൾ ആണ്. ഒന്ന് കേട്ടോക്കൂ. നിങ്ങളുടെ പരാധീനതകൾ മുഴുവനും സാഗൂതം വീക്ഷിക്കുകയായിരുന്നു ഞാൻ. മുഖവരി എന്നുള്ള ഒരു ചിത്രം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓണംപുള്ളി മുഹമ്മദ് ഫൈസി. ഇസ്ലാമിക പണ്ഡിതനാണേ, അതോടൊപ്പം സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു വേള ഒന്ന് കണ്ടു നോക്കും. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ.
वयम् आरम्भं कुर्मः। प्रथमम् एकं सुभाषितं पठामः। സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പള്ളി സ്കൂൾ അങ്ങനെയൊക്കെ പറയാം, മുസ്ലിങ്ങൾ മാത്രം മതപഠനവും മറ്റും നടത്തുന്ന ഒരു സ്കൂളില് കുറച്ചു മുസ്ലിം കുട്ടികൾ, അവർ പഠിക്കുന്നത് സംസ്കൃതമാണ്. സംസ്കൃത ശ്ലോകം അതിഗംഭീരമായിട്ട് ചൊല്ലുന്നർത്ഥം. സംസ്കൃത ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ സ്വായത്തമാക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ പഠിക്കുന്നു, ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ആ ശ്ലോകങ്ങൾ സംസ്കൃത അധ്യാപകരോട് പങ്കുവെക്കുകയും ചെയ്യും. നയന മനോഹരമായ കാഴ്ചയല്ലേ? ഞങ്ങൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഈ ഗ്രന്ഥങ്ങൾ, അതിന്റെ ഭാഷകൾ ഈ നാട്ടിലുള്ള ഏറ്റവും കുറഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങൾ പഠിച്ചിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പഞ്ചായത്തിൽ 10 സ്കൂൾ വെച്ചെങ്കിലും ഗീതാ സ്കൂൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു. പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ജനത ഇങ്ങനെ അവരെ സ്കൂളുകളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിയുടെ വലിയ വലിയ പരാതികള്. ശരിയല്ലേ? ഇവിടെ കൃത്യമായിട്ടും ഇവിടെ എല്ലാ ഹിന്ദുക്കളും കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര ഗീതാ സ്കൂൾ ഉണ്ടാക്കാമായിരുന്നു. ഉണ്ടാവില്ല, ഉണ്ടാവുകയും അരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം കേട്ടോ. കാരണം ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു സെമറ്റിക് മതം പോലെയല്ല. അങ്ങനെ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്നത് മാത്രമാണ് ഹിന്ദുയിസത്തിൽ ചില ഗ്രന്ഥങ്ങൾ, അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അമ്മാതിരി ബോഷ്ക് പരിപാടികളും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ് പോകരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. ഇത് കുറെ ജാതികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലിന് ഒരു പേരിട്ട് വെച്ചു ഹിന്ദുക്കൾ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ അതിലില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്തായാലും ഇദ്ദേഹത്തിന് അടുത്തൊരു മറുപടി. ആക്രമിക്കാൻ പോയതല്ല, അതിലൊന്നും പോയതല്ല. അവര് പഠിച്ചിട്ടുള്ള ബൈബിളിന്റെ സ്നേഹഭാഷ ഒരു കടലാസിൽ എഴുതിയ ഒരു പേപ്പർ അവരുടെ എല്ലാം കൈക്കൊണ്ട് കൊടുത്തു. ആ നാട്ടിലുള്ള ജനങ്ങളെ കൈക്കൊണ്ട് കൊടുത്തു. അതിനാണ് ഇനി അത് കൊടുത്താൽ നിങ്ങളെ കാല് വെട്ടിക്കളയെന്ന് പറയും. ആ ആക്രമിക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തനോട് നീ ഉൾക്കൊള്ളുന്ന ഹിന്ദു മതം, അതിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ വായി പൊട്ടിപ്പോകേണ്ടി വരും. തീർച്ചയായിട്ടും. സനാതന ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ പോകേണ്ടി വരും. സ്വന്തം മതം പഠിക്കത്തില്ല എന്ന് മാത്രമല്ല, മറ്റു മതങ്ങളോടുള്ള അന്ധമായ സഹിഷ്ണുത. അതാണ്, അതായത് ഹിന്ദു മതം പഠിക്കില്ല എന്ന് മാത്രമല്ല, ഇനി അങ്ങനത്തെ സംഗതി പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കില്ല എന്ന് മാത്രമല്ല, മറ്റു മതങ്ങൾ അതിഭീകരമായിട്ടുള്ള അസഹിഷ്ണുതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ആ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും. എന്തായാലും എന്താ പറയാ, കൊല്ലുന്നതും തീറ്റിക്കുന്നതും ഒക്കെ അവർ എന്ന രീതിയിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഇത്ര വലിയ പ്രശ്നമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. അത് പ്രശ്നമായി മാറി. കേരളമായതുകൊണ്ടാണ്, മലയാളികളായതുകൊണ്ടാണ് അത് പ്രശ്നമായത്. ഇതേപോലെ ഒരുപാട് കന്യാസ്ത്രീകൾ പലയിടത്തും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യയിലും മറ്റും. അവിടെ നിന്ന് പ്രശ്നമായി മാറാത്തത് നമ്മുടെ മലയാളികൾ അവിടെ ഇല്ലാത്തതുകൊണ്ടൊക്കെ പറയേണ്ടി വരും. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള 2 പേര് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ശക്തമായിട്ട് പോരാടി, അവരെ വിടുവിച്ചു. ഇപ്പോ അതിനിടയിൽ പോയിട്ട് ഇപ്പോ എന്താ പറയാ, കുഞ്ഞുഞ്ഞു കളിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്താ സുഹൃത്തുക്കളെ, ഉസ്താദിന്റെ മറുപടികളൊക്കെ അതിഗംഭീരമാണ്. കാരണം ഇവിടെ നമ്മുടെ ഈ മുസ്ലിം മത നേതാക്കന്മാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ സംസ്കൃതം അറിയാമെന്ന്, എത്ര കൃത്യമായിട്ട് അവർക്ക് സംസ്കൃത ശ്ലോകങ്ങൾ അറിയാം. അപ്പൊ ഇവര് വെറും എന്താ പറയുക, അവരുടെ ആ ഒരു മതഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ പഠിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അവർ മറ്റു മതസ്ഥരുടേത് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ കൂടി അവർ പഠിക്കുന്നുണ്ട്. ഈ ഉസ്താദ് തന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നത് ഭഗവത്ഗീതയും രാമായണവും ഒക്കെ മറ്റുള്ള ഒരുപാട് പുസ്തകങ്ങളാണ്. ഇതൊക്കെ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അല്ല ചുമ്മാ ബ്ലാ 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 വന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളല്ല. എത്തരത്തിലുള്ള നമ്മുടെ ഇടയിൽ എന്താ പറയുക, സോക്കോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഖുർആൻ വായിക്കാൻ അറിയാം, ആ ഭാഷ അറിയാം? ഇല്ല. പിന്നെ മിണ്ടരുത്. ഒന്നുമല്ല, ഈ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരോട് സുബരി ഉസ്താദ് പറഞ്ഞ മാതിരി എന്താണ് ഹിന്ദുയിസം എന്നോ എന്താണ് സനാതന ധർമ്മം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ബബ്ബ എന്ന് അടിച്ചിട്ട് ചാണകം പൂവ പൃഷ്ഠത്തിൽ നിന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, അടിപൊളി മറുപടി, അടിപൊളി. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൊണ്ടെന്ന് വിചാരിക്കുന്നു. ബൈ.